നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് നേതാക്കന്മാരുടെ ഒരൊഴുക്കായിരുന്നു. KV തോമസ് മുതൽ ഷാഹിദ കമാൽ വരെ അത് നീണ്ടു. ഏറ്റുമാർ സീറ്റ് നൽകാത്തതിന്റെ പ്രതിഷേധത്തിൽ ലതിക സുഭാഷ് ഇന്ദിരാഭവന് മുന്നിലെത്തി തല മൊട്ടയടിച്ചതിന് ശേഷമായിരുന്നു NCPയിൽ ചേക്കേറിയത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ആരെയും CPMഉം മുന്നണിയും വെറും കൈയോടെ സ്വീകരിച്ചില്ല. KV തോമസിനെ കേരളത്തിന്റെ പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ KP അനിൽകുമാർ, ലതിക സുഭാഷ്, ശോഭന ജോർജ് എന്നിവർക്ക് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളും ഷാഹിദ കമാലിന് വനിതാ കമ്മീഷൻ അംഗത്വവും PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനവും നൽകി. ഒരു ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നിരവധി നേതാക്കന്മാരെ പുറത്തു നിർത്തി ഇന്നലെ കടന്നു വന്നവർക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകിയപ്പോൾ പലരുടെയും നെഞ്ചകം പൊള്ളി. എങ്കിലും പാർട്ടിക്ക് കൂറുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ കടന്നു വന്നവരുടെ കൂട്ടത്തിൽ അവരുടെ വീട്ടിലുള്ളവരുടെ വോട്ടുകളെങ്കിലും പാർട്ടിയിലേക്ക് എത്തിയോ എന്നാരും അന്വേഷിച്ചില്ല. നേതൃത്വം പറഞ്ഞത് എല്ലാവരും അനുസരിച്ചു. കോൺഗ്രസ് തകരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഇതിലൂടെ CPMന് കഴിഞ്ഞു. ഈ തകർച്ചയിൽ നിന്നാണ് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. 21 നിന്ന് 26 എത്തിയപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്കാണ് ഈ ഒഴുക്ക് സംഭവിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന പ്രേംകുമാർ, CPI നേതാവായിരുന്ന ജയൻ ചേർത്തല, പരേതനായ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയായിരുന്ന A സുരേഷ് എന്നിവരാണ് ഒടുവിലായി കോൺഗ്രസിലെത്തിയത്. ഇവരിൽ ആരെങ്കിലും ആദർശത്തിൻ്റെ പേരിലോ CPMന്റെ രാഷ്ട്രീയ നയങ്ങളോടുള്ള വിയോജിപ്പ് കൊണ്ടോ ആണ് കോൺഗ്രസിലെത്തിയതെന്ന് ആരും കരുതുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ ഓരോരുത്തരും ഇപ്പോൾ കോൺഗ്രസിൽ ചേക്കേറുന്നത്. പാർട്ടി തന്നെ അവഗണിക്കുന്നുവെന്ന ആരോപണമുയർത്തിയാണ് ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയതെങ്കിൽ പാർട്ടി തന്നെ അപമാനിച്ചു എന്ന വികാരവുമായാണ് പ്രേംകുമാർ കോൺഗ്രസിലെത്തുന്നത്. വെറും 10 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവുമായാണ് ജയൻ ചേർത്തല കോൺഗ്രസിലെത്തുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ ജയൻ ചേർത്തല ആദ്യമെത്തിയത് NCPയിലായിരുന്നു. സെലിബ്രിറ്റിയായ ജയൻ പാർട്ടിയിലെത്തിയപ്പോൾ ലോട്ടറി അടിച്ച സന്തോഷത്തോടെ NCPയുടെ യൂത്ത് വിങ്ങായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമാണ് അവർ ജയന് നൽകിയത്. എന്തോ അധികം നാൾ അവിടെ ഉറച്ചു നിൽക്കാൻ ജയന് കഴിഞ്ഞില്ല. പെട്ടെന്നൊരു ദിനം അദ്ദേഹം CPIയിലേക്ക് മാറി. ചേർത്തല അസംബ്ലി സീറ്റ് മോഹിച്ചാണ് ജയൻ CPIയിലെത്തിയതെന്ന് ചില CPI നേതാക്കൾ തന്നെ അന്ന് രഹസ്യമായി ആരോപിച്ചിരുന്നു. എന്താണെങ്കിലും പിന്നീട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പരേതനായ കാനൻ രാജേന്ദ്രൻ്റെ ഒരു നിഴലായി കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 2021 സ്ഥാനാർത്ഥി നിർണയത്തിൽ CPI ഇദ്ദേഹത്തെ പരിഗണിച്ചില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ CPIയിൽ പ്രവർത്തിക്കുകയും അതുവരെ ജയിക്കുന്ന ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ലാത്ത P പ്രസാദിനെ ചേർത്തലയിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. പാർട്ടി അധികാരത്തിലെത്തിയിട്ടും ചലച്ചിത്ര സംവിധായകൻ വിനയൻ നൽകിയതുപോലെ ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും ഇദ്ദേഹത്തിന് നൽകാൻ CPI തയ്യാറായില്ല. അതിനൊപ്പമാണ് കാനൻ രാജേന്ദ്രൻ്റെ വേർപാട്. ഇത് ജയൻ ചേർത്തലയെ ഒരു രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് നയിച്ചെന്ന് വേണം പറയാൻ. അതിനൊരു വിരാമമാണ് കോൺഗ്രസിലേക്ക് ചേരാൻ അദ്ദേഹം തയ്യാറാവുന്നത്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നിട്ടില്ല. കോൺഗ്രസിൽ ചേരുമെന്നൊരു ധ്വനി പടർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് എന്തെങ്കിലും രാഷ്ട്രീയ വിലപേശലിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. എന്താണെങ്കിലും കോൺഗ്രസിൽ ചേരുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ A സുരേഷിൻ്റെ കാര്യം ഇതല്ല. പരേതനായ VSന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു സുരേഷ്. ദീർഘകാലം അദ്ദേഹത്തിൻ്റെ PA ആയിരുന്നു സുരേഷ്. രീതിശാസ്ത്രത്തിൻ്റെ ഉടമയായിരുന്നു. VSനെ ജനകീയനാക്കുന്നതിൽ ഷാജഹാനെ പോലെയും ജോസഫ് C മാത്യുവിനെ പോലെയും പങ്കുവഹിച്ച ഒരാൾ തന്നെയാണ് സുരേഷും. പാർട്ടി ഭാഗതയുടെ കാലത്ത് VSന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്ന ആളാണ് സുരേഷ്. അതാണ് പിണറായി വിഭാഗത്തിൻ്റെ കണ്ണിലെ കരടായി മാറാനും ഇടയാക്കിയത്. പാർട്ടിയുടെ അതിശക്തം പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ പിണറായി വിഭാഗം ആദ്യം ചെയ്തത് സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. VSന്റെ ചിറകരിയതിൻ്റെ ഭാഗമായിരുന്നതെന്ന് പറയപ്പെടുന്നു. VS നിസ്സഹായനായത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. 2013 മുതൽ നീണ്ട 12 വർഷം പാർട്ടി അംഗത്വത്തിനു വേണ്ടി യാചിച്ച് AKG സെൻറ്ററിൻ്റെ പടിവാതിക്കൽ നിൽക്കുകയായിരുന്നു ഇദ്ദേഹം. ഇനി ഒരിക്കലും പാർട്ടി അംഗത്വം ലഭിക്കില്ലെന്ന തിരിച്ചറിവാണ് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് തുറന്ന കത്തെഴുതി കോൺഗ്രസ് സഹയാത്രിയാകുന്നതിൻ്റെ പിന്നിൽ. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടില്ല. CPM അംഗത്വമാണ് താൻ കൊതിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. സുരേഷ് കോൺഗ്രസ് അംഗത്വം എടുക്കാത്തതും കോൺഗ്രസിനത് നൽകാത്തതും ബോധപൂർവമായ ഒരു രാഷ്ട്രീയ കളിയാണെന്ന് വേണം കരുതാൻ. സുരേഷിനെ പോലെ CPMൽ അസംതൃപ്തരായി വേദനകൾ കടിച്ചമർത്തി കഴിയുന്ന ഏറെ പേരുണ്ട്. VSനെ ഉള്ളംകൈയിൽ വെച്ച് ലാളിച്ച
മലമ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുന്നത് ഈ രാഷ്ട്രീയക്കളിയുടെ ഭാഗമാണ്. UDF അവിടെ ജയിക്കുമെന്ന് UDFകാരോ സുരേഷോ കരുതുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ സുരേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കേരളത്തിൽ ഇങ്ങോളമുള്ള VS വിഭാഗക്കാരുടെ വികാരം ഇളക്കിവിട്ട് അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുകയെന്ന തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റി നോക്കുന്നത്. അത് വിജയിച്ചാൽ നിരവധി VS വിഭാഗം നേതാക്കളും അണികളും കോൺഗ്രസിലെത്തുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ സുരേഷിനെ വെട്ടാൻ VSന്റെ പുത്രൻ അരുൺകുമാറിനെ തന്നെ CPM മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനിടയുണ്ട്. അങ്ങനെ വന്നാൽ VSന്റെ പുത്രനോട് മത്സരിക്കാൻ മടിച്ച് സുരേഷ് പിൻവാങ്ങുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ ചിലർ അഭിപ്രായപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.